ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. ഇന്ന് നമ്മുടെ ആൻഡമാൻ ട്രിപ്പ് ഡേ 5 ആണ് ഗൈസ്. അപ്പോൾ 2 days നമ്മൾ ഹാവ്ലോക്കിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്തു. ഇന്ന് മോർണിംഗ് നീൽ ഐലാൻഡിൽ എത്തിയിരിക്കുകയാണ്. നീൽ ഐലാൻഡിൽ റീച്ച് ആയതും നേരെ പോയിട്ട് സ്കൂട്ടി റെൻ്റൽ എടുക്കുക ചെയ്തത്. എന്നിട്ട് നേരെ റൂം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളിപ്പോൾ റൂമിൽ എത്തിയിരിക്കുകയാണ്. റൂം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളി റൂം എന്ന് പറഞ്ഞാൽ അടിപൊളി റൂം. ഇത്തവണ നമ്മൾ ഡ്രീം ഹെവൺ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് കേട്ടോ ഗൈസ് റൂം ബുക്ക് ചെയ്തത്. അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രക്ഷയില്ല ഗൈസ്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ ഈ റിസോർട്ട് ഉള്ളത്. ശരിക്കും ഒരു ഹോംലി ഫീൽ എന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായത്. ആ റിസോർട്ടിനകത്തായിട്ട് തന്നെ അവരുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഒരു റിസോർട്ട് കം റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അവിടെ. ചുറ്റും തെങ്ങും തോപ്പുകളുടെ നടുവിലായിട്ടായിരുന്നു കേട്ടോ ഈ റിസോർട്ട്. നമുക്ക് കിട്ടിയ റൂമാണ് കേട്ടോ ഈ 101. ഈ ലൈനിൽ ഫസ്റ്റ് റൂമാണ് കേട്ടോ നമ്മുടെ. ജസ്റ്റ് ഈ റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസ് മാത്രമല്ല കേട്ടോ, നമുക്ക് കിട്ടിയ റൂമും നല്ല അടിപൊളി റൂമായിരുന്നു. ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു കപ്പിളിന് അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ അത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. റൂമിലെത്തി TV ഓൺ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ കാർട്ടൂൺ ചാനലും അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് നേരും ഭയങ്കര ഹാപ്പി. പിന്നെ റൂമിനകത്തൊരു കബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിപ്പവും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു കബോർഡായിരുന്നു കേട്ടോ. പിന്നെ റൂമിൻ്റെ ഒരു സൈഡായി തന്നെ ചെറിയൊരു വാഷ് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം പ്ലസ് ടോയ്ലറ്റും. നേരിലാണെങ്കിൽ അവിടുത്തെ മേക്കപ്പ് ഏരിയ ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. മിറർ നോക്കി ഒറ്റയ്ക്കാൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൂം സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാളും അവൾക്കാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെയാണ് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ച് പോർട്ട് പ്ലെയറിലേക്ക് പോകും. ഇവിടെ വേറൊരാളൂടെ എത്തിയിട്ടുണ്ട് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഹായ് പറഞ്ഞൊരു ഹായ്. നമ്മൾക്കിന്ന് ബീച്ചിൽ പോകണ്ടേ, കളിക്കണ്ടേ? ഈ ജോളി വേണം. പതുണ്ടോ? അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഓരോ പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ നേരിട്ട് തന്നെ കാണാം. അപ്പോൾ കാണാൻ പറ. അങ്ങനെ ആഫ്റ്റർനൂൺ ഫുഡ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ ഞങ്ങൾ. ഫസ്റ്റ് നേരെ ചെന്നത് പെട്രോൾ പമ്പിലേക്കായിരുന്നു. നീല ഐലാൻഡിലാകെ ഈ ഒരേ ഒരു പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ പെട്രോളിന് പെർ ലിറ്ററിന് 83 റുപ്പീസേ ഉള്ളൂ. ഈ പെട്രോൾ പമ്പിൽ എന്നല്ല, ആൻഡമാനിൽ ഫുള്ളായിട്ട് ഇതേ റേറ്റ് ആണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിനകത്ത് തന്നെ അവരുടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും നൈറ്റത്തെ ഫുഡ് അവിടെ നോക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് മേടിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ ചുമ്മാ സ്ഥലങ്ങളെല്ലാം ഒന്ന് ചുറ്റിക്കാണാന്നുള്ള ഉദ്ദേശത്തോടെ ഇറങ്ങിയതാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടുത്തെ മെയിൻ ടൗണും മാർക്കറ്റൊക്കെ കാണാൻ പറ്റി. നീല് ശരിക്കും വളരെ ചെറിയൊരു ഐലൻഡാണ് കേട്ടോ. ചില പ്ലേസൊക്കെ കാണുമ്പോൾ എനിക്കൊരു തമിഴ്നാട് ടച്ചൊക്കെ തോന്നിട്ടോ. നമ്മുടെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു റൂട്ട് പോലെ. അങ്ങനെ തേടി തേടി ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ കിട്ടി. എവിടെ പോയാലും നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കുമ്പോഴാട്ടോ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ. നേരിട്ട് പപ്പ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു അമ്പലം പോലെ ഒരു അമ്പലം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വേപ്പിൻ്റെ മരവും നല്ല രസമുണ്ട് ഗൈസ്. ചുമ്മാ ഒന്നൊന്ന് കാറ്റുകൊള്ളാൻ വേണ്ടി വന്നിരുന്നതാണ്. നീരു ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളത്. ഇവിടെ ഇതിൻ്റെ സൈഡായിട്ടൊരു അമ്മമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ലോക്കലാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ഗൈസ്, നല്ല കാറ്റുണ്ട്. മഴ വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ സൺസെറ്റ് കാണാൻ നടക്കുമോ എന്നുള്ളത് അറിയില്ല. ക്ലൈമറ്റ് അത്ര ശരിയില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നല്ല അസല് മഴ കേട്ടോ. അങ്ങനെ മഴ വന്നു ഗൈസ്, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഇനി സൺസെറ്റിൻ്റെ കാര്യമൊക്കെ കണക്കാണെന്ന്. അപ്പോഴേക്കും അവിടെ ഒരാൾ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. മഴ മാറിയിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ ഇതും ഒരു വൈബല്ലേന്ന് മൂപ്പര്. ഫുൾ മഴ നനഞ്ഞ് റൂമിൽ എത്തിരിക്കുകയാണ് ഗൈസ്. ഫുള്ളായിട്ട് കുളിച്ചു ഗൈസ്. നേരു സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് ആളൊട്ടും നനഞ്ഞില്ല കേട്ടോ. പിന്നെ റൂമിൽ വന്ന് നേരിന് ഫുഡ് കൊടുത്ത് ഞങ്ങളും കഴിച്ചു. അവൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ മേടിച്ചത്. ഞങ്ങൾക്ക് ഓരോ അടിപൊളി ഫിഷ് മീൽസും അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കുറുമയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോക്കൽ സബ്ജി ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ് കറി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരെ പോയത് ലക്ഷ്മൺപൂർ ബീച്ചിൽ സൺസെറ്റ് കാണാനാണ് കേട്ടോ. പോകുന്ന ടൈമിൽ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. എങ്കിലും ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇനിയെങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് പറയുന്ന പോലെ ഇനിയെങ്ങാനും കാണാൻ പറ്റിയാലോ. ബട്ട് എന്ത് മഴക്കാറായിരുന്നെങ്കിലും സൺസെറ്റ് കാണാൻ വന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. ബീച്ച് ഷോറിൽ ഫുള്ളും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ബട്ട് ആരും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ബിക്കോസ് വേവ്സ് ഒക്കെ നല്ല വലുപ്പത്തിലും സ്പീഡായിട്ടും ആയിരുന്നു കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്ന ഒരു അവസ്ഥയായിരുന്നു. ബീച്ചിന്റെ ഒരു സൈഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് പേടി തോന്നിട്ടോ. നല്ല മഴക്കാറും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ആരും വെള്ളത്തിൽ ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞ് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം നോർമലായിട്ടോ. അതിനുശേഷം ലക്ഷ്മൺപൂർ ബീച്ച് ഭയങ്കര കാമായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് പതുക്കെ തിരിച്ചു. നല്ല മഴക്കാരൊക്കെ ആയതുകൊണ്ട് 6:30 ഒക്കെ കഴിയുമ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ അവിടെ.
എങ്കിലും ആൻഡമാനിൽ വന്നെന്നുള്ളതിന്റെ ഓർമ്മയ്ക്കായിട്ടെന്ന് വെച്ചിട്ട് 1-2 ഐറ്റംസ് പർച്ചേസ് ചെയ്തു. ഇതിനകത്ത് റിയൽ ഫൈൻ വൈറ്റ് സാൻഡ് ആണ് കേട്ടോ. ഇതൊന്നും എടുത്തു. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത്. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫിഷസ് 500-600 ഒക്കെയാണ് കേട്ടോ പെർ ഫിഷിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഫിഷസ് മാത്രമല്ല കേട്ടോ, പ്രൗൺസ്, ക്രാബ്സ്, ലോബ്സ്റ്റർ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇക്കാണുന്ന ലോബ്സ്റ്ററിന് 1400 ആണ്. 1000 റുപ്പീസിന് കുറച്ച് പേര് ചോദിച്ചിട്ട് പോലും അവർ കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മേടിക്കുന്ന സാധനം അവർ തന്നെ ലൈവായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കുക്ക് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ നമ്മളൊരു വൈറ്റ് സ്നേപ്പർ മേടിച്ചു കേട്ടോ. അവർ 800 പറഞ്ഞെങ്കിലും 700 നമുക്ക് കിട്ടിട്ടോ. പിന്നെ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് നല്ലൊരു അടിപൊളി ടൊമാറ്റോ ചട്നിയും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതും പാർസൽ ചെയ്ത് നേരെ റൂമിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.